എൻ.സി.പി ദേശീയ അധ്യക്ഷയായി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സുനേത്ര പവാറിനെ നിയമിച്ചു. പാർത്ഥ് അജിത് പവാറിനെ സുനേത്ര ഒഴിഞ്ഞ രാജ്യസഭാ സീറ്റിലേക്ക് മത്സരിപ്പിക്കാനും മുംബൈയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. പി ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, എൻ.സി.പിയുടെ ദേശീയ അധ്യക്ഷയായി ഇപ്പോൾ സുനേത്ര പവാർ വരികയാണ്. നേരത്തെ പ്രതീക്ഷിക്കപ്പെട്ട തരത്തിലുള്ളൊരു തീരുമാനം ഉൾപ്പെടെ മറ്റു വിവരങ്ങൾ എന്താ? എൻ.സി.പിയുടെ ദേശീയ അധ്യക്ഷയായിട്ടാണ് ഇപ്പോൾ അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറിനെ നിയമിച്ചിരിക്കുന്നത്. അതായത് കുടുംബത്തിന് പുറത്തേക്ക് ആരും വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എൻ.സി.പി എന്നുള്ളതാണ്. മാത്രമല്ല, സുനേത്ര പവാർ ഒഴിഞ്ഞ രാജ്യസഭാ സീറ്റിൽ അജിത് പവാറിന്റെയും സുനേത്രയുടെയും മകൻ പാർത്ഥ് അജിത് പവാറിനെ സ്ഥാനാർത്ഥിയാക്കാനും ഇപ്പോൾ എൻ.സി.പി മുംബൈയിൽ ചേർന്ന നേതൃയോഗം തീരുമാനിച്ചിരിക്കുന്നു. അതായത് എൻ.സി.പി എന്നുള്ളത് ഒരു കുടുംബ പാർട്ടിയായിട്ട് തന്നെ തുടരുന്നു. അത് എൻ.സി.പി ശരത് പവാർ ആയിരുന്നാലും എൻ.സി.പിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഇപ്പോഴത്തെ അജിത് പവാറിന്റെ പാർട്ടി ആയിരുന്നാലും കുടുംബാധിപത്യം തന്നെയായിരിക്കും ഇതിൽ തുടരുക എന്നാണ് ഇതെന്ന് വ്യക്തമാകുന്നത്. ശരി, കുടുംബ വാഴ്ച, അതിന്റെ തുടർച്ച അത് എൻ.സി.പിയുടെ രണ്ട് വിഭാഗങ്ങളിലും ഉണ്ടാവുകയാണ്. ഇപ്പോഴത്തെ എൻ.സി.പി ദേശീയ അധ്യക്ഷയെ സുനേത്ര പവാറിനെ തിരഞ്ഞെടുത്തു. ഒപ്പം രാജ്യസഭയിലേക്ക് മകൻ പാർത്ഥ് അജിത് പവാറിനെയാണ് ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.